അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ തിരക്ക് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും മറ്റും സാമ്പത്തിക മേഖലയിൽ പുത്തൻ ഊർജ്ജമാണ് അയോധ്യയിലെ രാമക്ഷേത്രം നൽകുന്നത്. തീർത്ഥാടകരെ സംയോജിപ്പിക്കുന്നതിലൂടെ ഹിന്ദുമതത്തിന്റെ നവോത്ഥാനവും സാമ്പത്തിക പുരോഗതിയും ഉറപ്പുവരുത്താനാണ് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നാണ് പ്രശസ്ത പത്രപ്രവർത്തകൻ വാൾട്ടർ റസൽ മീഡ് വാൾസ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ചത്. തീർത്ഥാടക ടൂറിസം മേഖലയെ വികസിപ്പിക്കുന്നതിലൂടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്താനും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും സാധിക്കും. സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിലൂടെ സാമ്പത്തിക പുരോഗതിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനു മുൻപും കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ സമാനമായ വികസന മാതൃകകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശി विश्वनाथ क्षेत्र इडनाड़ी राज्य समर्पित शाश्वत बनारस के संकल्पों में एक अलग ही सामर्थ्य दिख रहा है। हमने शास्त्रों में सुना है, जब भी कोई पुण्य अवसर होता है तो सारे तीर्थ, सारी देवीय शक्तियां बनारस में बाबा के पास उपस्थित हो जाती है. തീർത്ഥാടകരുടെ എണ്ണത്തിൽ 10 മടങ്ങ് വർധനവാണ് 2021 ശേഷം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ഉണ്ടായത്. 130 മില്യൺ തീർത്ഥാടകരാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. സമാനമായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അയോധ്യയിലും ആവിഷ്കരിച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് മേഖലയിൽ വ്യോമഗതാഗതവും അടിസ്ഥാന സൗകര്യ മേഖലയും പുരോഗതി കൈവരിച്ചു. തീർത്ഥാടകർക്ക് വേണ്ടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയും കേന്ദ്ര സർക്കാർ സാധ്യമാക്കി. മധ്യകാല യൂറോപ്പിൽ കത്തീഡ്രലുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ മുന്നോട്ട് നയിച്ചതിന് സമാനമായ വികസന മാതൃകകളാണ് NDA സർക്കാർ ഇന്ത്യയിൽ ആവിഷ്കരിക്കുന്നത്. മധ്യവർഗ ജനങ്ങളുടെ ഭക്തിയെ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കുള്ള ഇന്ധനമാക്കി കേന്ദ്ര സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും വാൾട്ടർ റസൽ മീഡ് തന്റെ പ്രസിദ്ധീകരണത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.